വെൽക്കം ടു ഐനൂസ് ടേസ്റ്റി കോർണർ. ഇന്നത്തെ റെസിപ്പി നാടൻ രുചിയിലെ ബീഫ് ഫ്രൈ ആണ്. അതിനായിട്ട് 3/4 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഒരു കുക്കറിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അടച്ച് കുക്കറിൽ ഒരു 8 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ചില ബീഫിന് വേവ് കുറവായിരിക്കും, അപ്പോൾ നിങ്ങൾ അതനുസരിച്ചൊന്ന് വേവിച്ചെടുത്താൽ മതി. ഇനിയും മറ്റുള്ള ഐറ്റംസ് ഒന്ന് നോക്കാം. മീഡിയം സൈസിലുള്ള 2 സവാള, കുറച്ച് തേങ്ങാക്കൊത്ത്, 2 പച്ചമുളക്, മീഡിയം സൈസിലുള്ള 1 കഷ്ണം ഇഞ്ചി, 1 കുടം വെളുത്തുള്ളി. ഇപ്പോൾ ബീഫ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് ബീഫ് ഒന്ന് വറ്റിച്ചെടുക്കാം. ഇനി ഉരുളി വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകം ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. ഇനിയും തേങ്ങാക്കൊത്ത് ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ അതിലേക്ക് മീഡിയം സൈസിലുള്ള 2 സവാള കട്ട് ചെയ്തത്, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില എന്നിവ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള ഇതുപോലെ ഒന്ന് വഴന്നു വരുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് പച്ചമണം മാറുന്നതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് പച്ചമണം മാറുന്നതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലോട്ട് നേരത്തെ വേവിച്ചെടുത്ത ബീഫ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയും സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 4-5 മിനിറ്റ് ആയപ്പോഴേക്ക് ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനിയും വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.